എവിടെ വരെ പോണ്ടേ? ഇറങ്ങി ഓട്. ഇറങ്ങി നടക്കാം. അടുത്ത രണ്ടെണ്ണം കിടക്കുന്നുണ്ടോ? പിടിച്ച് കൂട്ടിയിടുന്ന പറഞ്ഞ് അങ്ങോട്ട് നോക്കാം. കാണാൻ കിടക്ക കാഴ്ചയിൽ. ഇങ്ങോട്ട് പറ്റിച്ചിട്ട് പോ. ആ വേണ്ടമ്മ, മേത്ത് ചാരവാ. ആ എന്തൊരു ഐശ്വര്യ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് തിരിഞ്ഞു പോയി. ആ പാട്ട് പാടി നീ. മറ്റേ പാടി ജനുവരി ജനുവരി എങ്ങനെ? ഫെബ്രുവരി. എന്നാ തിങ്കൾ ചൊവ്വ പറ. ആ തിങ്കൾ വെള്ളം. ആ ചൊവ്വാഴ്ച എന്താ അവധി. ചൊവ്വാഴ്ച അവധി. 1-ാം തീയതി. അവൻ ഇരിക്കുവല്ല, അവൻ ഏറല. ഞാൻ ഇരിക്കും, നീ ഇരുന്ന പോലെ. ഞാൻ നിലത്തിരിക്കും. അതോടെ എന്നെയോ? ആയിക്കോട്ടെ. എനിക്ക് വിഷമായി. വേണ്ട വേണ്ട വേണ്ട. നീ എന്നെ തെള്ളിയിടുമെന്ന് പറഞ്ഞില്ലേ? അല്ല പറഞ്ഞു. അമ്മ കേട്ടില്ലേ അമ്മേ? അമ്മ ഇവൻ തെള്ളിയിടുമെന്ന് പറഞ്ഞില്ലേ അമ്മേ? ആ കണ്ടോ? വേണ്ട വേണ്ട വേണ്ട. എനിക്ക് വിഷമായി. ഞാൻ പോവാ. ഞാൻ വീട് വിട്ട് പോവാ. വേണ്ട വേണ്ട. നീ വേണ്ട, എന്നെ തെള്ളിയിടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കപ്പ പറിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. പുളിയുണ്ടാ? പഴുത്തോ? ആ ഒരെണ്ണം കിട്ടിയാൽ തിന്നായിരുന്നു. ഹലോ. രണ്ടാഴ്ച കഴിയുമ്പോൾ പറിക്കാം. മണം വരുമ്പോൾ പറിച്ചാൽ മതി. ഒളിച്ച് കിടക്കുന്ന ചക്ക പഴുത്താ? ഓയ് ഈ പറങ്ങാവല ആദ്യത്തെ ഏട്ടാ. ചുമപ്പുമല്ല മഞ്ഞയുമല്ല. ആയ് നമ്മുടെ ഈ പറങ്ങാവല ആദ്യത്തെ ഏട്ടാ. എന്ത് മണം. എടാ ഒന്ന് ലൂക്കെ വിളിച്ചേടാ. എടാ ലൂക്ക എന്നാ പറങ്ങാപ്പഴം. ലൂക്ക എന്നാ എടാ എന്തിനു വന്നാടാ നീ? പേടിയാണെങ്കി ഞാൻ കീഴടങ്ങിയെന്ന്. എന്താ എവിടെ? എടാ ഓടി രക്ഷപ്പെടോ പൊട്ടപ്പാ. എടാ പോടാ മോച്ചാ. ഏത് ഷെഡിന്? സൂപ്പർ സ്റ്റാർ വന്ന വേണ്ട. ഹെൽമെറ്റൊക്കെ വെച്ചാ വരുന്നത് ഇപ്പോൾ. ആ കുളിച്ച് ചുമ്മാ അവൻ കുളിച്ചിപ്പോ. അമ്മ കുളിപ്പിച്ച എണ്ണ വെച്ച് കുളിച്ചോനാ. അത് ഇത് കണ്ടോ? ഇവിടെ നമ്മുടെ പറങ്ങാവല്ല പറങ്ങാപ്പഴം തിന്നണ്ട. താഴത്ത് കിടന്ന ഇത്രയും വലുത്. ഇനി ഉണ്ടാവുന്നത് തിന്നാവേ. ഹലോ എടാ, നിന്നെ ഞാൻ അവിടെ സിനിമ കാണാൻ പോയപ്പോൾ നിന്നെ അവിടെ കയ്യാലപ്പുറത്തിരുത്തിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ ചീത്ത പറയുന്നുണ്ട്. അതിന്റെ പുറകെ ഗ്ലാസ് ഉണ്ടടാ. നിന്നെ അല്ലെങ്കിൽ അത്ര പൊക്കത്ത് കൊണ്ട് ആരെങ്കിലും ഇട്ടിട്ട് കൈ വിടുവോ? അവർ വരച്ചിരി വരുന്നത്. പിന്നെ അല്ല പറഞ്ഞു കൊടുത്തേ. അങ്ങനെ അല്ലെന്ന് പറ. അങ്ങനെ അല്ല എന്ന് പറ. എന്റെ പുറകെ ഗ്ലാസ് ഉണ്ടെന്ന് പറ. ഗ്ലാസ് ചാരി ആയിരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞ ഞാൻ ഇറങ്ങിപ്പോന്നു. കണ്ടോ? ഓ തട്ടിപ്പറിച്ചോടാ. ഓ അവൻ അങ്ങനൊന്നും കൊള്ളുന്നു. എലി തിന്നതിന്റെ ബാക്കിയാ? ആ നല്ല വലിയ കപ്പ. ഇതാണല്ലോ എലി തിന്നിട്ട് പോന്നേന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. പാവിരിക്കണ്ട. ഇവിടെ താഴത്തിട്ടോ. ഇവിടെ ഇട്ടോ. എങ്ങും കൃഷിയില്ലാത്തോണ്ട് ഇതൊരു തന്നെയാ തിന്നല്. പായൽ മണ്ണാവണാണി. താഴത്തിട്. അരിയാന്നേരം പായലിട്ടാ മതി. ഇപ്പം നിലത്തോട്ടിട്. അല്ല ചാക്കെടുത്തിട്. ഇനിയില്ലേ പറിക്കാൻ?
കൊടയോ കാണട്ടെ. ഞങ്ങൾ പിന്നെ കണ്ടറ എപ്പോഴേലും പറിച്ച് തിന്നണ്ടെന്ന് ഓർത്ത് എത്ര വേണ്ട. ധാരാളം ലൂക്കാട് കൂട്ടുണ്ട്. അരുണോട് കപ്പ എന്തായിരുന്നു? ഈ കപ്പയുടെ ഫ്രണ്ടിലോട്ട് കപ്പ വരുന്നല്ലോ പിടിച്ചാടാ. ചേർന്നിക്ക് കൈവാട്ടറാ കുഞ്ഞാ ഇച്ചിരി ഇങ്ങോട്ട്. അല്ല അണ്ണാണി ആ സൈഡിലാക്ക. അണ്ണാണി കപ്പ കൊണ്ട് കുഞ്ഞാക്കിട്ട്. അണ്ണാണിക്ക് അധികം ഭാരവും പണിയെടുത്ത് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പം അണ്ണാൻ്റെ മുഖം കവറായി. ആ ചേർന്നിക്ക്. ഹായ് നല്ല കപ്പേളിയൻസ്. ഒരു കൊച്ചു ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഉണർത്തി എടുത്തോണ്ട് നടക്കുന്നു. കുഞ്ഞാവ ചക്ക വെട്ടാൻ പോന്നു. അന്നാണി കപ്പ എരിയുന്നു, അമ്മു കപ്പ എരിയുന്നു. ഞാനും ചിന്നു നോക്കൂലേ. ഇല്ല, ഞാൻ ചക്ക മാത്രമേ പണിയത്തുള്ളേ. കേട്ടു, ഞാൻ ഒന്നും നോക്കണ്ട, മുന്നും നോക്കണ്ട. ഒറ്റ ചക്ക വെട്ടും. അത് വിളഞ്ഞതാണോ എന്തോ. ഇതൊന്നും എൻ്റെ കുഞ്ഞാക്ക് നിസ്സാരം. പഴുത്തല്ല, അത് കോടാലിയിലെ മണ്ണാന്ന് തോന്നുന്നു. പുളിപ്പുണ്ട്. വേവിക്കാനാ. മൂത്തില്ല. ഒരു രസം ഞാൻ. അയ്യോ, എന്താ ചേച്ചി പറഞ്ഞേ? ചേച്ചി ആ വഴി ഇപ്പോൾ യൂട്ടേൺ എടുത്തൊരു പോക്കങ്ങ് പോകും ചേച്ചി. നല്ല ഭംഗിയുള്ള അപ്പൊ കിട്ടോളായിരുന്നു. അവള് കരാട്ടെ പഠിക്കുന്നുണ്ടെന്നാ കേട്ടെ. 80കളിലെ വസന്തം. അണ്ണാണിയോട് പറയുന്നത് 80കളിലെ വസന്തം. നല്ല ചക്ക കേട്ടോ. അച്ഛ ടൂക്കെ പൂക്കിയെന്ന്. എടാ അങ്ങനൊന്നും പറയല്ലോ മോനെ, 80കളിലെ വസന്തമാണോ അത്. നല്ലതാ. അമ്മയുടെ ഉടുപ്പിലുണ്ടോ സേവിങ്സ് വിറക. നമ്മളിപ്പോ പറയണം അയ്യോ അമ്മ എന്തൊരു കഷ്ടപ്പാടാന്ന്. എല്ലാരും ഒന്ന് കമന്റ് ഇട്ടേ അയ്യോ അമ്മ എന്തൊരു കഷ്ടപ്പാടാന്ന്. അയ്യോടാ. ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര പാവമൊന്നുമല്ല കേട്ടോ. ഇത് ഫോൺ മാറുമ്പോൾ ഇതിന്റെ വായിന്ന് ഡയലോഗ് വരും. 1-2 ഡയലോഗ് വരുള്ളൂ. പക്ഷെ ഇരുത്തിക്കളെ അതെ ഇരുന്നു പോ. അവളുടെ പ്രധാന ഏരിയയാണ് അണ്ണാണി. കൈ മുറിഞ്ഞ കുഞ്ഞാ. മണ്ണ് മാന്തിയെന്നോ. മണിയണ്ണ സുന്ദരിയായ മകൾ പണിയെടുക്കുന്നു. ചേച്ചി ഇല്ലാത്തപ്പോഴൊന്നല്ല, അവളെല്ലാം ജോലി ചെയ്യും. അവള് ചെയ്യാറുണ്ട്. ചേച്ചി ഉള്ളപ്പോ കൊച്ചുള്ളപ്പോ അവൾക്ക് പണിയുണ്ട്. ചക്ക ഞാൻ തന്നെ വെട്ടിപ്പറിക്കാൻ അണ്ണാണി എന്നെ സമ്മതിക്കാന്ന് പറഞ്ഞു. അണ്ണാണി സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. പിന്നെ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ പണി തുടങ്ങും. എൻ്റെ ചക്ക ഞാൻ വെട്ടിപ്പറിക്കുന്ന വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഞാൻ വെറുതെ ഇരിക്കുമെന്നാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി ചെയ്യുന്ന ഞാൻ. അതാരും കാണുന്നില്ലെന്നേ ഉള്ളൂ, ഈ പറയുന്ന ഞാൻ പോലും. എന്താ ദേവു നിനക്കൊരു ചിരി? നീ ചിരിച്ചായിരുന്നോ? ചിരിച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യും ഇപ്പം. ചക്ക നമ്പർ 1. ചക്ക റെഡിയാക്കുന്ന ആൾ പിന്നെ ചക്ക റെഡിയാക്കുന്ന ആൾ. അയ്യോ ഞാനുണ്ടോ? അയ്യോ എന്തൊരളിമ. ചേച്ചി അതെടുക്കുക. തിരിച്ചൊന്ന് വീഡിയോ എടുത്തു തന്നെ. എന്റെ ഏട്ടനെ അകത്തെ ഇട്ടു, വെളിയിലത്തെ ഇടാൻ എവിടാന്ന് അറിഞ്ഞൂടാ. ഓണാക്കിട്ട് ഓണായില്ല. ഇട്ടു അല്ല, ലൈറ്റ് വെളിയിലത്തെ. ഏട്ടൻ കാർ ഓടിക്കോ?
ഞാൻ ഇവിടുന്ന് അവിടം വരെ ഓടിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് വേണ്ട അവിടെ ചെന്ന് ഇട്ടേരെ 2 ദിവസം കഴിഞ്ഞ് വരാന്ന് കടാപ്പുറത്തോട്ട് നമുക്ക് തേരാ പാരാ എന്നാ ബാ സ്കൂട്ടർ എടുക്ക് നമുക്ക് ഒറ്റയ്ക്ക് പോവാം സ്കൂട്ടർ എടുക്ക് ഞാൻ ഒറ്റയ്ക്ക് വരാം ഇന്ന് ഫുള്ള് ഷെഡ് വാരി എനിക്ക് വയ്യാന്ന് പറഞ്ഞ ചോറും ഒറ്റ കിടപ്പ് കിടക്കുന്നു ഞാനല്ല ഏട്ടൻ പറയുന്ന ചക്ക അരിയുന്നു. വിഷുവിന് ഞങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വന്നേ. കണ്ണും കണ്ണും കാത്തിരുന്നു. ഇങ്ങോട്ട് വാ കാണട്ടെ എല്ലാരും. എന്തുവാ നണിപ്പല്ല പണിയെടുത്തൂടെ? പറയുന്നില്ലേ, ഒന്നും പറയുന്നില്ലേ? നടുണ്ടോ ഒന്ന് തപ്പി നോക്കാൻ. അണ്ണാണി ഒറ്റയ്ക്ക് കപ്പ വാട്ടിക്കൊണ്ടിരിക്കട്ടെ, അത് ഞാൻ സമ്മതിക്കും. പിന്നെ തീ ഒന്ന് ചെറുതായിട്ട് ചേച്ചി കത്തിച്ചു കൊടുത്തു. മുമ്പേ ചെറുതായിട്ടൊന്ന് കപ്പ പൊളിച്ചു. ചക്കയാണ് ഞങ്ങൾ അത് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു. 3 അല്ല, 3 ഉള്ളു. നമ്മള് 3 പേര്. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ അവസാനം വെട്ടിപ്പറക്കാൻ പോയി കഴിഞ്ഞിട്ട് കൊറേ ഇവക്ക് കൊടുത്തു. അല്ല വെട്ടിപ്പറക്കാൻ പഠിച്ച് കൊറേ പട്ടിക്കിട്ട് കൊടുത്തു. പക്ഷെ ഇത് ഇളകി വരുന്ന ചക്കയല്ലല്ലോ, അതല്ല വലിച്ചു പറിക്കണമായിരുന്നു. ചവിട്ടി വലിച്ചു പറിച്ചാലേ നിന്നെ ഞങ്ങള് കണക്കി കൂട്ടിയിട്ടില്ല. അതൊന്നും ക്രിസ്മസ് അപ്പൊ നാണിച്ചു നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയോ? അത് ക്രിസ്മസ് ഇതെന്താ സൈക്കോ ഷമ്മിയോ? വിഷു ആയിട്ട് ഇങ്ങോട്ട് വന്നേ. സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് പറയാറുണ്ട്. അല്ല, വിഷുവിന് അങ്ങനെ കൃഷ്ണ മാത്രം പോരാ, കടയിൽ പിടിച്ചെടുത്തു. ഇനി ഇറങ്ങി വന്നേ. മഞ്ഞ ബനിയനിട്ട ക്രിസ്മസ് അപ്പൂപ്പൻ ഇനി വന്നേ. ദേവു ഒന്ന് ഇറക്കി വെച്ചേ. ദേവു ആ സാധനം ഒന്ന് പുറത്തോട്ടെടുത്ത് വെച്ചേ. ഡിസ്പ്ലേ പുറത്തോട്ട്. ദേവു ചേച്ചി പിണങ്ങി പോയി. ആ ഉമ്മച്ചന് ഇത് എന്താ എല്ലാരും തിന്നുന്നത് മനസ്സിലായില്ല. ഉമ്മച്ചന്റെ പേര് മറ്റേ ഡിപ്രച്ചൻ. ഉമ്മച്ചൻ അവന്റെ കാമുകിയുടെ ഓർമ്മയായി ഇപ്പൊ. അത് എവിടെയുള്ള 2 ഭാര്യമാരുണ്ടായിട്ട്. 2 ഭാര്യ പെറ്റ് കിടക്കുമ്പോ അവൻ വേറൊരിടത്ത് പോയിരിക്കുന്നു ക്രോസ് ചെയ്യാനെന്ന പേരില്. അവിടെ അല്ല, ആ ചേച്ചി നമുക്ക് വീഡിയോ അയച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോ ഇവൻ എനിക്ക് താല്പര്യം ഇല്ലെന്നുള്ള ഭാവത്തിൽ അവിടെ കിടക്കുന്നത്. ഉമ്മച്ചനാണത്ര. ഉമ്മച്ചൻ പറ്റിയൊരു പേര്. എന്നാ എന്നാ ഹലോ അത്രയൊക്കെ ഉള്ളൂ. ഇല്ല, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. 2 നടക്ക്. ഇറങ്ങോട്ട്. കൈയൊന്നിട്ടോക്ക്. വേറെ ആരെ കിട്ടും കൈയിടാൻ? ഒന്ന് കൈയിട്ട് നോക്ക്. ഓ, കൈയൊന്ന് മുഴുവൻ മുക്കിക്കേ. അതിൻ്റെ ആവശ്യമില്ല. എന്താ സൗകര്യ, ഫാനൊക്കെ ഇട്ട്. ഒരു ചക്കച്ചോളയും കൊണ്ട് പോയ പോക്കല്ല. കുഞ്ഞാറ്റൊക്കെ അടുക്കുവാ. അല്ല, ഞാൻ രുചി നോക്കിയതാണല്ലേ. ചക്കക്കുരു ഒക്കെ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലോട്ട് വരുവാ നല്ല പൊടികളായിട്ട്. ഈ പ്രോട്ടീൻ സോഴ്സ് ഒന്നും പറഞ്ഞു ഇവിടെ നിന്ന് കയറ്റി പോകും, അവിടെ കൊണ്ട് പൊടിച്ച് തിരിച്ചു ചക്കക്കൂരി പൊടിച്ചത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രോട്ടീൻ ചക്കക്കുരു നല്ല, നമുക്ക് ചക്കക്കുരു കുറച്ച് പൊടിച്ചാലോ? ഞാൻ അച്ചാച്ചിയുടെ അച്ചാറിന് കുറെ ഓർഡർ വന്നിട്ടുണ്ട്. മലപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരു ബിസിനസ് ആക്കിയാലോ ഞാൻ ആലോചിക്കുക. അത് അച്ചാച്ചി അറിഞ്ഞാൽ ഡിമാൻഡ് ആയിരിക്കും. അച്ചാച്ചി സച്ച അച്ചാർ അച്ചാർ. അല്ല, ഇത് മൊത്തം നമ്മൾ എപ്പോ നിർത്താനല്ലോ തിന്നു തീർക്കാനോ? അച്ചാറോ? കള്ളത്തിന് വേണോ എന്നൊരു ഡൗട്ട്. അത്
ദാച്ചാർ കണ്ടോ കള്ളൻ കള്ളൻ പെരുങ്കള്ളൻ എല്ലാം മാങ്ങച്ചാർ എങ്ങനെ നമ്മൾ തിന്നു തീർക്കും എങ്ങനെ നമ്മൾ തിന്നു തീർക്കും എന്താ പറ്റി ഇതിനൊന്നും മൂർച്ചയില്ല പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരുന്നത് ഇത്രയാണ് ഇപ്പൊ കളഞ്ഞു കിട്ടിയേക്കുന്നത് നല്ലത് തേച്ച് ചേച്ചില്ലാത്ത ദിവസം ഓഫി അതല്ല ഇഷ്ടമല്ല കേൾക്കാൻ വല്ലപ്പോഴും ഉള്ളതാ ഞാൻ കയറി അണ്ണ എന്തോ വേണ്ടേ ചേച്ചില്ലാത്ത ദിവസം അണ്ണ എന്തോ വേണ്ട ചായ എന്ന് പറഞ്ഞാൽ ചായ കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പി പക്ഷെ വേറെ കാര്യമുണ്ട് ചായ ഇടുമ്പോ ഒരു 3 ഗ്ലാസ് 5 പേർ കുടിക്കാനുള്ള ഒരു കാര്യം ചെയ്യണം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം അണ്ണാണി എന്നെ മോളെ അതെ അതെ ഒന്ന് വിളിച്ചാ ഇട്ടരാ ഉറപ്പ് വിളിച്ചോ ഇട്ടരാ ഉറപ്പ് ഇട്ട് തരും അടുത്ത വർഷം നീ അല്ല നിന്നെ ഉണ്ടല്ലോ അതല്ല മണിയണ്ണോ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ദേവന് കല്യാണം കഴിയല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ദേവ് അണ്ണം പറയുന്ന ദേവനെ അക്കനെ അപ്പൊ ദേവനെ കൊണ്ട് പാർക്കാരിക്കും മൂത്ത ചേച്ചിയെ കൊണ്ട് കൊണ്ടാണ് വെറും ചേച്ചില്ല മൂത്ത ചേച്ചി തീർന്നു മോഹൻ തിരിച്ചേ നേരാച്ചേ നിന്ന സ്വന്തം മോഹൻ കാണിച്ചേ ഇല്ല അത് കാണിക്കും ഇപ്പൊ അറിയാം കരയാവുന്നല്ലോ ധൈര്യം നിന്റെ മോഹൻ കാണിക്കേ നിന്റെ വീഡിയോ എടുത്തു തരാൻ പറ അതില്ല അതറിയത്തില്ല അപ്പൊ കാപ്പി എനിക്ക് വേണ്ട ഞാൻ ഇട്ടരുത്തില്ല ദേവു മോളെന്ന് പറയണം അതെ വിളിച്ചാ ഇപ്പൊ ഇട്ടരും അന്നാ വരും ഇട്ടരും പറ അന്നാണി വിചാരിക്കുന്ന ആളല്ല നിങ്ങൾ ആരോടാണ് അതെ കേരളത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ തగ్గടിക്കുന്നത് ദേവുവാ വളഞ്ഞിട്ട് ആക്രമിക്കുന്നോ കാപ്പി ഒന്നും പരീക്ഷ കഴിഞ്ഞല്ലേ